ഹായ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങും ഇൻകം ടാക്സും എല്ലാ ആളുകളും എപ്പോഴും വളരെ ഭയത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ് ഇൻകം ടാക്സ്? ഇൻകത്തിൽ നിന്നാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. സോ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. സോ ഇനി പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെ ടാക്സ് മാക്സിമം എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരിക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യും. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഹായ്, നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണോ? ഓപ്ഷൻ ബൈ ചെയ്തിട്ടും ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കാത്തതാണോ നിങ്ങളുടെ പ്രോബ്ലം? ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്, ഒരു പ്രൊഫഷണൽ ഓപ്ഷൻ സെല്ലറാണ്. ഈ വരുന്ന 12-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഞാൻ എൻട്രി ആപ്പിനോടൊപ്പം ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് വെബിനാർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഓപ്ഷൻ ട്രേഡ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ലോ റിസ്ക് സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്നോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യം. ഇനി നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യണം? ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺഡേ കാണാം. ഗുഡ് ബൈ. ഹായ് ഓൾ. അപ്പോൾ എൻട്രി ആപ്പും ട്രേഡ് ടോക്സും ഒന്നിച്ചാണ് ഇത്തരത്തിലുള്ള പ്ലാൻസ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ച് കയറുകയാണെങ്കിൽ 599 ഉള്ള ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് 499 ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അത് മാത്രമല്ല, നെക്സ്റ്റ് മന്ത് ജൂലൈ മന്തിൽ ട്രേഡ് ടോക്സ് 1 വീക്ക് ഫ്രീ ട്രേഡ് ഫ്ലോർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ എൻട്രി ആപ്പിൻ്റെ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് 2 ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ട്രേഡ് ഫ്ലോറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 1 വീക്ക് കംപ്ലീറ്റ് ട്രേഡ് ഫ്ലോർ അവർ സെലക്ട് ചെയ്യുന്ന 2 ആളുകൾക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. സോ ബാക്ക് ടു അവർ ടോപ്പിക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സും ട്രേഡിങ്ങും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആരെല്ലാമാണ് ഈ പറയുന്ന ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരിക, എങ്ങനെ നമുക്ക് മാക്സിമം ഇൻകം ടാക്സ് കുറച്ച് അടയ്ക്കാം, എങ്ങനെ മാക്സിമം സേവ് നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തെല്ലാം ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്, എന്തെല്ലാം ടൈപ്പ് ഓഫ് ട്രേഡിംഗ് റിലേറ്റഡ് ടാക്സ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. സോ നിങ്ങളൊരു ലോങ് ടൈം ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഷോർട്ട് ടൈം ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നത് ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അതുമാത്രമല്ല, ഇൻട്രാഡേ ഇക്വിറ്റിയിലാകാം. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നത് സ്പെക്കുലേറ്റീവ് ടാക്സ്, അതായത് ബിസിനസ് ഇൻകം പോലെ ട്രേഡിംഗ് ഇൻകത്തിനെ കണ്ടുകൊണ്ടുള്ള ഒരു ടാക്സാണ് നിങ്ങൾക്ക് വരിക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഇൻകമാണ്, ബട്ട് അതൊരു നോൺ സ്പെക്കുലേറ്റീവ് ടാക്സ് ആണ് അതിന് വരിക. സോ ഇനി ഏതൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ സ്റ്റഡിയിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ ടാക്സ് സ്ലാബുകൾ ഏതൊക്കെയാണ്, എത്രയൊക്കെയാണ് അതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. സോ ഒരു പാൻ കാർഡ് ഉള്ളൊരു വ്യക്തി, പ്രോപ്പർലി ഇൻകം അല്ലെങ്കിൽ സാലറി ഒക്കെ വാങ്ങുന്ന ഒരാൾക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കാൻ നിർബന്ധിതനാണ്. ഓക്കെ, അപ്പോൾ 2.5 ലക്ഷമാണ് നമ്മുടെ ഫസ്റ്റ് സ്ലാബ്. 5% ആണ് അതിൻ്റെ സ്ലാബ്, 5% ആണ് ടാക്സ് വരിക. സോ അടുത്തത് 5 ലക്ഷം രൂപ മുതൽ 7.5 ലക്ഷം രൂപ വരെ, 7.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ. സോ 10 to 12.5, ദെൻ 12.5 to 15 ആൻഡ് 15 എബോവ് തുടങ്ങിയ രീതിയിലാണ് നമുക്ക് ടാക്സ് സ്ലാബുകൾ വരുന്നത്. 15 ലക്ഷത്തിന് മുകളിലുള്ള ഒരാൾക്ക് 30%, ഇനി ഓരോ സ്ലാബിനും 5% വർധനവാണ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഡിഡക്ഷൻസ് 18G 18C തുടങ്ങിയ ഡിഡക്ഷൻസ് ഒക്കെ വാങ്ങാം. സോ ഞാൻ ആ ഒരു ഏരിയയിലേക്കല്ല വരുന്നത്, ഞാൻ നേരെ തിരിച്ച് നമ്മുടെ ട്രേഡിങ്ങിലോട്ടാണ് വരുന്നത്. സോ ഞാനൊരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഞാൻ F&O ട്രേഡ്സിൻ്റെ ടാക്സേഷനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആദ്യമേ തന്നെ പറയാം. സോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ബിസിനസ് ആണ് എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിനെ ഇൻകം ടാക്സ് എന്നോട് ഗവൺമെൻറ്റും കാണുന്നത് ഒരു ബിസിനസ് ആയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് ഒരു വർഷം 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ മതി. സോ മറ്റ് ഇൻകങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കണം.
നേരെ മറിച്ച് ചില ആളുകൾക്ക് ജോലി ഉണ്ടാകാം, ബിസിനസ് ഉണ്ടാകാം, മറ്റ് ബിസിനസ് ഉണ്ടാകാം. സോ ഇതിൻ്റെ ഇടയിൽ അവർക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ആയിരിക്കും. സോ ട്രേഡിങ്ങിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 1 ലക്ഷം രൂപ മാത്രമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്ത് 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അപ്പോൾ 2.5 + 1 മൊത്തം 3.5 ലക്ഷം. അപ്പോൾ 2.5 ലക്ഷം രൂപയുടെ സ്ലാബ് കഴിഞ്ഞ് ബാക്കി വരുന്ന 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ലൈഫിലെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ട്രേഡിങ്ങിൽ നിന്ന്, നിങ്ങളുടെ ജോലിയിൽ നിന്ന്, സോ അതർ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൽ ഹൗസുകൾ ഉണ്ടെങ്കിൽ റെൻ്റൽ ഹൗസുകളിൽ നിന്നെല്ലാം കിട്ടുന്ന ടോട്ടൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിലാണ് നിങ്ങൾക്കവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരിക. സോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് എത്ര ടാക്സ് സ്ലാബിലാണോ നിങ്ങൾ വരുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടാക്സ് അടയ്ക്കണോ അതോ ടാക്സ് ഫയൽ ചെയ്യണോ എന്നുള്ളത്. ഇനി ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും 100% നിങ്ങളത് ഫയൽ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം F&Oയിൽ നിന്നൊരു ലോസ് വന്നു എന്ന് കരുതുക. ഒരു 5 ലക്ഷം രൂപയുടെ ലോസ് വന്നു. നെക്സ്റ്റ് വർഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ വർഷം അത് ഫയൽ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം വരുന്ന 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. മറിച്ച് ഈ വർഷത്തെ 5 ലക്ഷം രൂപ നിങ്ങൾ ലോസ് ഫയൽ ചെയ്യുകയാണ്. ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സിൽ ജസ്റ്റ് രേഖപ്പെടുത്തുക, ഓൺലൈനിൽ കയറിയിട്ട് ഫയൽ ചെയ്യുക. ടാക്സ് അടയ്ക്കേണ്ട, ജസ്റ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വർഷം വരുന്ന 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഈ വർഷം വരുന്ന ലോസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള 5 നിന്ന് 5 കുറച്ചാൽ ബാക്കി 0, നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് F&O ട്രേഡ്സിനെ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് 8 വർഷം വരെ നിങ്ങളുടെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ഈ വർഷം വരുന്ന ലോസിനെ 8 വർഷം കഴിഞ്ഞ് വരുന്ന പ്രോഫിറ്റുമായിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫയലിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സോ ഇത്രയാണ് F&Oയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനിയും ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസുകളെ കൂടി നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങി, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഫീ കൊടുത്തു, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തു ട്രേഡ് ചെയ്യാനേ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർലി ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ ട്രേഡ് ചെയ്ത് ഇൻകം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫിനെയോ പാരൻസിനെയോ ഒക്കെ നിങ്ങളുടെ സ്റ്റാഫാണ് എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്ത് എല്ലാ മാസവും കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 വെച്ച് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതെല്ലാം സാലറി ആയിട്ട് കാണിച്ച് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ടാക്സബിൾ സ്ലാബിൻ്റെ ഉള്ളിലോട്ട് താഴത്തോട്ട് കൊണ്ടുവരാനും നിങ്ങൾക്ക് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ഇത് ഷോർട്ട് കട്ട് ഒന്നുമല്ല, ഇതൊരു പ്രോപ്പർ പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാഫിന് വെക്കുന്നു, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നു, ഇൻ്റർനെറ്റ് ചാർജസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു എക്സ്പെൻസിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. രണ്ടാമത്തെ മേജർ കാര്യം എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ടാക്സേഷനാണ്. സോ ഇൻട്രാഡേയും ഒരു പ്രോപ്പർലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. പക്ഷേ അതൊരു സ്പെക്കുലേറ്റീവ് ഇൻകം കൂടിയാണ്. സ്പെക്കുലേഷൻ ആണ് ആ ഒരു അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ക്യാരി ഫോർവേഡ് ജസ്റ്റ് 4 വർഷം മാത്രമേ തരുന്നുള്ളൂ. ബാക്കിയെല്ലാം F&Oൻ്റെ ഈക്വലൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സ്പെൻസുകളെല്ലാം കാണിക്കാൻ പറ്റും. ഇനിയും അതർ 2 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അതും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്. നിങ്ങളൊരു സ്റ്റോക്ക് 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 3 വർഷത്തിലധികമോ ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് അതിൻ്റെ 10% നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 4 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ വിൽക്കുന്ന വർഷം, അത് അത്രയും നാൾ നിങ്ങൾക്ക് അതിന് ടാക്സ് ഇല്ല, ആ സ്റ്റോക്ക് വിൽക്കുന്ന വർഷം നിങ്ങൾക്ക് മൊത്തം എത്ര കിട്ടി? 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് 3 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയാൽ സോ നിങ്ങൾക്ക് 2 ലക്ഷം, 3 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിലധികമുള്ള എമൗണ്ടിന് ബാക്കി വരുന്ന 2 ലക്ഷം രൂപയ്ക്ക് 10%, അതായത് 20,000 രൂപയാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക. സോ ഇങ്ങനെ വരുന്ന ലോസ് നിങ്ങൾക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. നമ്മൾ F&Oയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് 8 വർഷം വരെ ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്.
ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന അടുത്തൊരു കാര്യം സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് 15%. സോ ഇതും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് വരുന്ന ലോസസും നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് ഈ 1 lakh വരെയുള്ള ഒരു ലിമിറ്റ് ഇല്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന 1 രൂപയ്ക്ക് വരെയും നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? പ്രോപ്പർലി ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. സോ എന്ത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇന്ന് മുതൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ടാക്സുകൾ ഫയൽ ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിന് മാത്രമേ ടാക്സ് വരുന്നുള്ളൂ, ഒരിക്കലും നമുക്ക് ലോസിന് ടാക്സ് വരുന്നില്ല. ബട്ട് ലോസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക ടാക്സുകളും, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതുപോലെ ലോങ് ടൈം ലോസുകളും, സോ എഫ് ആൻഡ് ലോസുകൾ നിങ്ങൾക്ക് 8 വർഷം വരെ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇൻട്രാഡേയിൽ വരുന്ന ലോസ് 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനിയും ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ടേൺ ഓവറിന് ടാക്സ് വരുമോ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ടേൺ ഓവറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു വർഷം 5 കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പൾസറി ഓഡിറ്റിന് വിധേയനാകേണ്ടി വരും. സോ അത് ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ ചെറിയ പ്രോസസ്സാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഏജൻസിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്തു തരാം. ഇല്ല, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ടോക്സ് ടീമുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ചാർട്ടേഡ് അക്കൗണ്ട്സിനെ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. സോ ടേൺ ഓവർ 5 കോടി രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ടാക്സബിളോ ടാക്സ് എക്സ്ട്രാ ടാക്സ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഈ പറയുന്ന ഓഡിറ്റ്, CA നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഓഡിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഒരു നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഏതൊരു ട്രേഡറും വളരെ പെട്ടെന്ന് തന്നെ 5 കോടി രൂപയുടെ ടേൺ ഓവറിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ ഇത് മാത്രമല്ല, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ടാക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോപ്പർ ഏറ്റവും മികച്ച നല്ല ഒരു സിറ്റിസൺ ആയി മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മറക്കരുത്. ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് രാജ്യപുരോഗതിയിൽ നിങ്ങൾക്ക് ഭാഗം ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരു ടാക്സ് പേയർ ആകുക, നിങ്ങൾക്ക് ഏതൊരു ജോലിയുടെ ഇൻകത്തിൻ്റെ കൂടെ തന്നെ ട്രേഡിങ്ങിൻ്റെ ഇൻകം കൂടി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി പ്രോപ്പർലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഓൺലൈനിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ടാക്സ് ചെയ്യുന്ന ഒത്തിരി ഏജൻസികളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ടോക്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ടാൽ നല്ല CA കാരെ നമുക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തന്നുകൊണ്ട് അത്തരത്തിലുള്ളൊരു സർവീസ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഫസ്റ്റ് വൺ, എൻട്രി ആപ്പിലെ ഈ വരുന്ന സൺഡേ നമ്മുടെ വെബിനാറാണ്. ദ സെക്കൻഡ് വൺ, ഇൻകം ടാക്സ് ഫയലിംഗ് ആണ്. അപ്പം മറന്നു പോകരുത്, പ്രോപ്പർലി ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതിയിൽ നിങ്ങൾ ഭാഗവാക്കാക്കുക. ഗുഡ് ബൈ.